നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ ശക്തമായ മഴയും ഇടിമിന്നലും. ചാവക്കാട് മേഖലയിൽ ഇടിമിന്നലിൽ വീടിന്റെ ചുമർ തകർന്ന മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. ഒരുമനയൂരിൽ ഹോട്ടൽ കത്തിനശിച്ചു. ഇരിഞ്ഞാലക്കുടയിലും പുതുക്കാടും പരക്കനാശം. ചേലക്കരയിൽ ഇടിമിന്നലിൽ തെങ്ങിന് തീപിടിച്ചു. ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിപ്പ്. വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ ആത്മവിശ്വാസം. മാള വടമയിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. കുന്നംകുളത്ത് KSRTC ബസുകൾ കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്ക്. മുക്കാട്ടുകരയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. പന്നിത്തടത്ത് വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. കുണ്ടന്നൂർ തെക്കേക്കരപ്പാടത്ത് ജനവാസ മേഖലയ്ക്ക് മധ്യത്തിലെ ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിലെ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നത്. അതിരപ്പള്ളി അരൂർമുഴിയിൽ അമ്മയെയും മകളെയും കാട്ടാന ഓടിച്ചു. കാട്ടാന ഓടിച്ചത് തിരുനാൾ കഴിഞ്ഞ് മടങ്ങിവരുന്നതിനിടെ. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതായി ആരോപണം. മേഖലയിൽ പരിശോധന നടത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ്. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുടയിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി മതിൽക്കെട്ടിനകത്ത് സ്റ്റേജിനോട് ചേർന്ന് നിർമ്മിച്ച പന്തൽ തകർന്നു. പടിഞ്ഞാറ് ഊട്ടുപുരയുടെ ഓടുകളും കാറ്റിൽ വീണു. മഹാത്മാ റീഡിംഗ് റൂമിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ക്ഷേത്രോത്സവം കാണാൻ എത്തിയ ആളുടെ കാർ മരം വീണ് തകർന്നു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ 5ാം നിലയിലെ ജനൽ ചില്ലുകൾ തകർന്നു. വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ വീണ് ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷന് സമീപമുള്ള കെട്ടിടത്തിലെ ട്രസ് കാറ്റിൽ പറന്ന് വൈദ്യുതി കമ്പിയിൽ പതിച്ചു. വൈദ്യുതി ബന്ധം നിലച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ ജല അതോറിറ്റിയുടെ ജലവിതരണം തടസ്സപ്പെട്ടു. പിള്ളേരുള്ളൂ അല്ലേ? ശക്തമായ കാറ്റിലും മഴയിലും പുതുക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. പുതുക്കാട് ബസാർ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് മുകളിൽ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ സ്ഥാപിച്ച കൂറ്റൻ പരസ്യ ബോർഡ് സമീപത്തെ ജ്വല്ലറി കെട്ടിടത്തിലേക്ക് മറിഞ്ഞു വീണു. ജ്വല്ലറിയുടെ നെയിം ബോർഡിനും ട്രസ്സിനും കേടുപാടുകൾ സംഭവിച്ചു. ബോർഡ് വീഴുന്ന ശബ്ദം കേട്ട് റോഡിലുണ്ടായിരുന്നവർ ഓടിമാറിയതിനാൽ അപകടം ഒഴിവായി. ചെങ്ങാലൂർ മേഖലയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം സംഭവിച്ചു. തെങ്ങുകളും മരങ്ങളും വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ശാന്തിനഗർ മണ്ണംപേട്ട റോഡിലും SN പുരം റോഡിലും മരങ്ങൾ വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണതുമൂലം മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ചെങ്ങാലൂർ മേഖലയിൽ വൻതോതിൽ കാർഷിക വിളകൾ നശിച്ചു. പുളിമൂല പള്ളംബണ്ട് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വരാക്കരയിൽ തെങ്ങ് വീണ് വൈദ്യുതി പോസ്റ്റും മതിലും തകർന്നു. ചാവക്കാട് മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ വീടിന്റെ ചുമർ തകർന്നു. മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ഐനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യയും മുൻ കൌൺസിലറുമായ സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. കിടപ്പുമുറിയിലെ മേൽക്കൂര മിന്നലിൽ പൊട്ടിപ്പിളർന്നു. സിമന്റ് കഷ്ണങ്ങൾ ദേഹത്തേക്ക് പതിച്ചതോടെ ഇവർ പുറത്തേക്കോടി. പരിക്കേറ്റ 3 പേരെയും അയൽവാസികൾ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനോജിന്റെ കൈക്കും ദേഹത്തും പരിക്കുണ്ട്. മകൾ ധ്വനിയുടെ തലയ്ക്കാണ് പരിക്ക്. സ്മൃതിയുടെ കൈക്കും വയറിനും പരിക്കേറ്റു. വീട്ടിലെ വൈദ്യുതി മീറ്ററിന്റെ ബോർഡ് പൊട്ടിത്തെറിച്ചു. വാട്ടർ ടാങ്കിലേക്ക് പോയിരുന്ന പൈപ്പുകളും പൊട്ടി. വീടിന്റെ മുകളിലെ വാർപ്പിൽ കുഴി രൂപപ്പെട്ടു. ഇവിടെ ഇരുമ്പുകോണി ചാരി വെച്ചിരുന്ന ഭാഗം പൊട്ടിത്തെറിച്ച് തൊട്ടടുത്ത വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് ഒരുമനയൂരിൽ ഹോട്ടൽ കത്തിനശിച്ചു. കഴുത്താക്കല്ലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കായലോരം എന്ന റെസ്റ്റോറന്റാണ് കത്തിനശിച്ചത്. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും സ്പാർക്ക് അടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. പുലർച്ചെ 5 മണിക്കാണ് വിളിച്ച് പറയണത്. പിന്നെ ഇത് ഈ പോസ്റ്റില്ല, ഇതൊക്കെ നമുക്ക് കെട്ടാൻ പറഞ്ഞിട്ടുള്ളതാണ് അവരോട്. ഈ ലൈൻ കമ്പിയൊക്കെ അത് കൂട്ടിമുട്ടാണ്ടിരിക്കാനൊക്കെ കെട്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കാറ്റ് വരുമ്പോൾ ആടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പാർക്ക് വരും. പിന്നെ അവിടെ നിന്നാണ് ആ ലൈനിൽ നിന്ന് പോസ്റ്റിൽ നിന്നാണ് സ്പാർക്ക് വന്നത്. അവിടെ ഒന്നും ഈ കണക്ഷൻ ഇട്ടിട്ടില്ല. അവർക്ക് ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കാനുള്ളത് ജോയിൻ്റ് ഇട്ടിട്ടില്ല.
അവിടുന്ന് വന്നിട്ട് ഫ്രണ്ട് സൈഡാണ് കത്തിയിട്ടുള്ളത്. പിന്നെ ഇത് കിട്ടുമ്പോൾ നമുക്ക് തരിശായിട്ടാണ് കിട്ടിയത്. അത് നമ്മൾ വെച്ച് കെട്ടി ഉണ്ടാക്കിയതാണ്. 10-25 ലക്ഷം റുപ്യ അടുത്തായിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് മണ്ണടിച്ച് തൂർത്ത് അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. പൊട്ടിത്തെറിയുടെ വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴാണ് റെസ്റ്റോറന്റ് കത്തുന്നതായി കണ്ടത്. റെസ്റ്റോറന്റിന്റെ മുകൾ ഭാഗം ഓല കൊണ്ട് മേഞ്ഞതായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും തകർന്നു. ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചതും സമീപത്ത് കാണാം. ഗുരുവായൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി റെസ്റ്റോറന്റ് നടത്തിപ്പുകാർ പറഞ്ഞു. TCV ന്യൂസ്, ചാവക്കാട്. ചേലക്കരയിൽ ഇടിമിന്നലിൽ തെങ്ങിന് തീപിടിച്ചു. ഡിവൈൻ പ്രസ് ഉടമ കൊളന്നൂർ വീട്ടിൽ ജെറോമിന്റെ പുരയിടത്തിലെ തെങ്ങാണ് മിന്നലിൽ കത്തിയത്. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തും മുമ്പ് വീട്ടുകാർ തീയണച്ചു. ചങ്കിടിപ്പോടെ ഉറ്റുനോക്കുന്ന ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് കേരളം. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലയിൽ വോട്ടെണ്ണലിനും ഫലപ്രഖ്യാപനത്തിനും വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒബ്സർവർ, സ്ഥാനാർത്ഥികൾ, അവരുടെ ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ 7-ന് സ്ട്രോങ് റൂം തുറക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. ഓരോ ടേബിളിൽ നിന്നും മെഷീൻ, പോസ്റ്റൽ വോട്ട് എന്നിവ എണ്ണിയതിന്റെ സ്ലിപ്പ് ബന്ധപ്പെട്ട കൌണ്ടിംഗ് ഏജന്റുമാരിൽ നിന്നും ഒപ്പുവാങ്ങിയ ശേഷം കൌണ്ടിംഗ് സൂപ്പർവൈസർ ഒപ്പ് രേഖപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസറുടെ ഡയസിലെത്തിക്കും. റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ട ശേഷം ടാബുലേഷൻ ടീമിന് കൈമാറും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഫലം അപ്ഡേറ്റ് ചെയ്യും. കൌണ്ടിംഗ് ഹാളിലെ എല്ലാ നടപടികളും വീഡിയോയിൽ ചിത്രീകരിക്കും. ഹാളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് സമീപം സജ്ജീകരിക്കുന്ന മീഡിയ സെന്ററിൽ ഫലം തത്സമയം ലഭിക്കും. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ വിശകലനങ്ങൾ അവസാനിപ്പിച്ച് യഥാർത്ഥ ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിലാണ് ജില്ലയിലെ മുന്നണി കേന്ദ്രങ്ങൾ. കഴിഞ്ഞ 2 തവണയും LDFന്റെ സമഗ്ര ആധിപത്യമായിരുന്നു. അതിന് വിരാമമിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ജില്ലയിൽ UDFനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മാറ്റ് കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്ന പ്രകടനം NDA BJP ക്യാമ്പിനും അനിവാര്യം. എന്തായാലും കാത്തിരിക്കാം, ആര് വീഴും ആര് വാഴുമെന്നറിയാൻ. ന്യൂസ് ഡെസ്ക്, TCV. എക്സിറ്റ് പോളുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും അതെല്ലാം ജനം തള്ളുമെന്നും 3ാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും UR പ്രദീപ് MLA. ഇടതുമുന്നണി ഇത്തരം പ്രവചനങ്ങളെ ഗൌരവമായി കാണുന്നില്ലെന്നും UR പ്രദീപ് പ്രതികരിച്ചു. 2016-ൽ താൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകൾ ജനം തള്ളിയ ചരിത്രമുണ്ട്. 2021-ൽ ഭരണത്തുടർച്ച ഉണ്ടാകില്ലെന്ന പ്രവചനങ്ങളെയും ജനവിധി അതിജീവിച്ചു. കേരളത്തിൽ 3ാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും UR പ്രദീപ് കൂട്ടിച്ചേർത്തു. 12 ജയിക്കും, ചേലക്കര പോകും എന്ന് അന്ന് എക്സിറ്റ് പോൾ പറഞ്ഞതാണ്. അന്നത് വളരെ ഭയത്തോടു കൂടി നോക്കിക്കണ്ടപ്പോൾ ജനം വളരെ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് തുടർ ഭരണം അല്ലെങ്കിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിന് സഹായിച്ച ഒരു മണ്ഡലം കൂടിയാണ്. ശേഷം 2021-ൽ നാം കണ്ടതാണ്. 2021-ലെ എക്സിറ്റ് പോൾ പറഞ്ഞതാണ് കേരളത്തിൽ വീണ്ടും UDF അധികാരത്തിൽ വരാൻ പോകുന്നത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ടിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ടിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT.
one platform, 32 OTTs. വാർത്തയിലേക്ക്. മാള വടമയിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായ മാള പാറേക്കാടൻ വീട്ടിൽ 58 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. വടമ LP സ്കൂളിന് സമീപത്ത് സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത്. അഷ്ടമിച്ചിറയിൽ ഇറച്ചിക്കോഴി വിൽപ്പന സ്ഥാപനം നടത്തുന്ന ആളാണ് ഫ്രാൻസിസ്. ബൈക്കിൽ സഞ്ചരിച്ച ആളൂർ സ്വദേശി അരിക്കാട്ടി വീട്ടിൽ ഹെൽവിൻ ഷാജു പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച പുലർച്ചെ 2:30 തൃശൂർ റോഡിലാണ് അപകടമുണ്ടായത്. ബസ്സുകളിൽ ഉണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തു നിന്നും വന്ന ബസ് ഒനീറോ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്ന് വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. മണ്ണുത്തി മുക്കാട്ടുകരയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. എതിർദിശയിൽ നിന്നും വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ ആംബുലൻസ് വെട്ടിച്ചു മാറ്റിയപ്പോൾ നിയന്ത്രണം വിട്ട് സമീപത്തെ അഗ്രോ നഴ്സറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മറ്റൊരു കാറിലും ആംബുലൻസ് ഇടിച്ചു. പന്നിത്തടത്ത് വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിച്ചാണ് അപകടം. തൃത്താലയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ സ്റ്റിയറിംഗ് ജാമായതോടെ വാഹനം നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. തൃത്താല കുമ്പിടി സ്വദേശികളായ അനസ്, ഖദീജ, ഷിബിൽ, ആസിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ തെക്കേക്കരപ്പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിലെ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെയാണ് കുണ്ടന്നൂർ പാടശേഖരത്തിലെ ഒറ്റമുറി കെട്ടിടത്തിൽ വെടിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കടുത്ത വേനൽച്ചൂടിൽ പാടത്തിന് നടുവിലെ ഈ കെട്ടിടം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണിപ്പോൾ. ഇതിനുള്ളിൽ എത്രത്തോളം വീര്യമുള്ള സ്ഫോടക വസ്തുക്കളാണുള്ളതെന്ന് നാട്ടുകാർക്കോ അധികൃതർക്കോ വ്യക്തമായ ധാരണയില്ല. 100 മീറ്ററിനുള്ളിൽ സ്കൂളും പള്ളിയും 70 മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇപ്പോൾ വലിയൊരു ഭീതിയിലാണ്. അടുത്തിടെ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുണ്ടന്നൂർ നിവാസികളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ്. മുൻപ് കുണ്ടന്നൂർ പാടശേഖരത്തിൽ വെടിക്കെട്ടുശാല പൊട്ടിത്തെറിച്ച് ഒരു തൊഴിലാളി മരിക്കുകയും മേഖലയിലെ വീടുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും വൻതോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഈ ദുരന്തത്തിന്റെ നടുക്കം മാറാത്ത നാട്ടുകാർക്ക് മുന്നിലാണ് അധികൃതർ കരിമരുന്ന് ശേഖരം മാറ്റാതെ ഇട്ടിരിക്കുന്നത്. ജനസാന്ദ്രത കൂടിയ സ്ഥലത്തുനിന്ന് ഈ സാധനം ഇവിടുന്ന് മാറ്റാൻ ഞങ്ങൾക്ക് പേടിച്ചിട്ടായിരിക്കണം. ഇത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടുന്ന് മാറ്റും വേണം. ആ കെട്ടിടം ഇവിടുന്ന് പൊളിച്ച് മാറ്റും വേണം. കൃഷിപ്പാടത്തിന്റെ നടുക്കലാണ് നിൽക്കണം. ഈ കൃഷിപ്പാടം എന്ന് പറയുമ്പോൾ ഒരു ഓരം ചേർത്തിട്ടുള്ള കൃഷിയാണ്. ഒരു 10 വറ കണ്ടത്തിന് വീതിയുള്ളൂ. അതിനകത്ത് പിന്നെയൊക്കെ ഞങ്ങളുടെ വീടുകളാണ്, അങ്ങാടിയുടെ വീടുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ മുണ്ടത്തിക്കോട് ഉണ്ടായില്ലേ, കുറേ കാശും പണവും കൊടുത്തിട്ടൊന്നും ജീവൻ തിരിച്ചു കിട്ടില്ല. ആ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങളിത് പറയണത്. എത്രയും പെട്ടെന്ന് അത് നിർവീര്യമാക്കിയേ പറ്റൂ. ആ ബിൽഡിംഗ് അവിടുന്ന് പൊളിച്ച് മാറ്റി തന്നെ വേണം. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ കരിമരുന്ന് ശേഖരം എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV എരുമപ്പെട്ടി. അതിരപ്പിള്ളി അരൂർമുഴിയിൽ ഊട്ടുതിരുന്നാൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അമ്മയെയും മകളെയും കാട്ടാന ഓടിച്ചു. റോഡരികിലെ വീട്ടിൽ ഓടിക്കയറിയാണ് ഇരുവരും രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 11 മണിക്കായിരുന്നു സംഭവം. വെറ്റിലപ്പാറ 14-ൽ താമസിക്കുന്ന പറമ്പി വീട്ടിൽ സോജുവിന്റെ ഭാര്യ നിൽബി, മകൾ സോന എന്നിവരാണ് ആനയുടെ മുന്നിൽ അകപ്പെട്ടത്. അരൂർമുഴി സെന്റ് പോൾസ് പള്ളിയിലെ ഊട്ടുതിരുന്നാളിന് ശേഷം 2.5 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ഇരുവരും. പെട്ടെന്ന് എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നും കയറി വന്ന കൊമ്പനാനയെ കണ്ട് ഇരുവരും തിരിഞ്ഞോടി. ഇവരെ പിന്തുടർന്ന് ആനയുമെത്തി. ഇതിനിടെ സമീപത്തെ ബിജു എന്ന യുവാവിന്റെ വീട്ടിലേക്ക് അമ്മയും മകളും ഓടിക്കയറി. തുടർന്ന് ബിജു നാട്ടുകാരെ വിളിച്ചുകൂട്ടി ആനയെ ഓടിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതായി ആരോപണം. പരിശോധനയുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിൽ പടിപ്പുരയ്ക്കകത്ത് സബ്നയുടെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കറോളം സ്ഥലമാണ് ഘനലോഹ മാലിന്യം കലർന്ന മണ്ണുപയോഗിച്ച് നികത്തിയത്. പ്രവർത്തനം നിലച്ച എടയാർ ബിനാനി സിങ്കിൽ സംഭരിച്ചിരുന്ന മാലിന്യം കലർന്ന മണ്ണ് വൻതോതിൽ പുറത്തേക്ക് കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ്
അഴീക്കോട് വരെ വന്നെത്തിയത്. സിങ്ക്, ലെഡ്, കാഡ്മിയ, മാംഗനീസ്, കൊബാൾട്ട്, കോപ്പർ, അയൺ, ആഴ്സനിക്, മെർക്കുറി, ക്രോമിയം എന്നിവ അപകടകരമായ അളവിലടങ്ങിയ മണ്ണാണ് ബിനാനി സിങ്കിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ളതെന്ന ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. അഴീക്കോട് നിലം നികത്താൻ ഉപയോഗിച്ച മണ്ണും ഇത്തരത്തിലുള്ളതെന്നാണ് സൂചന. എടയാറിൽ നിന്നും എത്തിയ പരിസ്ഥിതി പ്രവർത്തകരുടെയും അഴീക്കോട്ടെ നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മണ്ണിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. സുരക്ഷിതമായി സംസ്കരിക്കേണ്ട ഖനലോഹ മാലിന്യം തണ്ണീർത്തടം നികത്തുന്നതിനും റോഡ് നിർമ്മാണത്തിനും വ്യാപകമായി ഉപയോഗിച്ചതായി പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. ഇത് എറണാകുളം ജില്ലയിലെ എടയാർ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചിരുന്ന പൂട്ടിപ്പോയൊരു കമ്പനിയുണ്ട്, ബിനാനി സിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് സിങ്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സിങ്കിൻ്റെ അയിര് കൊണ്ടുവന്നിട്ട് അത് പ്രോസസ്സ് ചെയ്ത് സിങ്ക് എടുക്കുകയും ബാക്കി വരുന്ന അപകടകരമായ രാസമാലിന്യങ്ങൾ, അതിൻ്റെ അനുബന്ധ മാലിന്യങ്ങൾ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു കമ്പനി. ആ കമ്പനി ഇപ്പോൾ ഒരു 11 വർഷമായി പൂട്ടിപ്പോയിട്ട് ഈ അപകടകരമായ മാലിന്യങ്ങൾ അവിടെ വിവിധ പോണ്ടുകളിൽ സൂക്ഷിച്ചിരുന്ന വേസ്റ്റുകളാണത്. അതായത് അപകടകരമായ മാലിന്യങ്ങൾ ഉൾപ്പെടുന്ന വേസ്റ്റുകളാണ്. ആ വേസ്റ്റുകൾ ശാസ്ത്രീയമായി ശുദ്ധീകരിക്കുകയും ആ പ്രദേശത്ത് നിന്ന് മാറ്റുകയും ചെയ്യണമെന്നുള്ള ഒരു കോടതി ഉത്തരവുകൾ ഉൾപ്പെടെ പല പഠന റിപ്പോർട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കമ്പനിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഈ മാലിന്യങ്ങൾ കുറച്ച് നാളുകളായി പുറത്തേക്ക് ഒരു വ്യാജ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് പുറത്തേക്ക് കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും നിക്ഷേപിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു വണ്ടി ഫോളോ ചെയ്ത് വന്നപ്പോഴാണ് ഈ പ്രദേശത്ത് ഈ പല സ്ഥലങ്ങളിലും ഇത്തരം മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായത്. അതേ തുടർന്ന് വാഹനം ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ നാട്ടിൽ തടയുകയും അതിൻ്റെ ലീഗൽ സാമ്പിളുകൾ PCBയെ കൊണ്ട് എടുപ്പിക്കുകയും ഒരു സാമ്പിൾ PCB പരിശോധിക്കുകയും മറ്റു സാമ്പിൾ ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഭീകരമായ രീതിയിൽ മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേ തുടർന്ന് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആ കമ്പനി പുതിയതായി എടുത്തിരിക്കുന്ന ആളുകൾക്ക് അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഞങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ കണ്ടെത്തണമെന്നും അത് ശാസ്ത്രീയമായി പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരണമെന്നും ഈ പ്രദേശങ്ങളിൽ നിന്ന് ഈ കമ്പനിയുടെ ചെലവിൽ തന്നെ ഇത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. മാലിന്യം കയറ്റിക്കൊണ്ടുപോയ ലോറികൾ കഴിഞ്ഞ ഫെബ്രുവരി അവസാന വാരം എടയാറിൽ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും തടഞ്ഞിരുന്നു. തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെത്തി സാമ്പിളുകൾ ശേഖരിച്ചു. ഇതിൽ നിന്നും നൽകിയിരുന്ന സാമ്പിൾ നാട്ടുകാർ ബോർഡിന്റെ അംഗീകൃത സ്വകാര്യ ലാബിൽ പരിശോധനയ്ക്ക് നൽകിയിരുന്നു. കാലങ്ങളായിട്ട് ജനങ്ങൾ കുളിച്ചു വരുന്ന ഒരു സമാജക്കുളം എന്ന് പറഞ്ഞ കുളങ്ങളുണ്ടായിരുന്നു. ഏത് വ്യക്തികൾക്കും കൊടുങ്ങല്ലൂരുള്ള അഴീക്കോടെ ഉള്ള ആൾക്കാർക്കായാലും അറിയപ്പെടുന്ന ഒരു കുളമായിരുന്നു സമാജക്കുളം എന്ന് പറഞ്ഞത്. മുമ്പ് കാലങ്ങളിൽ ഒരുപാട് പേര് വന്ന് കണ്ട് കുളിച്ചിരുന്ന കുളമൊക്കെയാണ്. അതൊക്കെ നികത്തണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ നികത്താൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു 125 പേര് ഒപ്പിട്ടുങ്ങാണ്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, RDOക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, കൊടുങ്ങല്ലൂർ തഹസിൽദാർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, വില്ലേജ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, MLA ടൈസൺ മാഷ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുറ പോലെ അതിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു നഗരത്തിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു, വില്ലേജ് ഓഫീസർ സ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഇപ്പോൾ അവരെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ വ്യക്തികളെ തന്നെ ജോലിക്കാരെ വെച്ച് കാണിട്ട് ആ കേസിന് എന്നിട്ട് അവർ ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥരെ ജോലിക്കാരെ തന്നെ നിർത്തിക്കൊണ്ട് ഒരു കേസ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് ആ കേസിനൊരു വിധി നേടിയെടുത്തുകൊണ്ട് ഈ പ്രോപ്പർട്ടി നികത്താൻ വേണ്ടി കാണിട്ട് വിധി നേടിയെടുക്കുകയാണ് ചെയ്തത്. TCV കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. French Dairy Pistachio Kunafa Bar. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും.
Kerala Vision Broadband. Connect and win. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി ലൈനിലെ അറ്റകുറ്റപ്പണിക്കിടെ ലൈൻമാന് ഷോക്കേറ്റു. കൊടുങ്ങല്ലൂർ നമ്പർ 1 സെക്ഷനിലെ ലൈൻമാൻ മേത്തല ആനാപ്പുഴ സ്വദേശി സുനിൽകുമാറിനാണ് ഷോക്കേറ്റത്. ചന്തപ്പുരയിൽ മലബാർ ഗോൾഡിന് സമീപമുള്ള ട്രാൻസ്ഫോമറിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടയിലായിരുന്നു അപകടം. കൈക്ക് പൊള്ളലേറ്റ ഇയാളെ സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാടാനപ്പിള്ളയിൽ 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയ കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിലായി. ഇടുക്കി തൊടുപുഴ കുന്നം സ്വദേശി തൊട്ടാവാടിയിൽ വീട്ടിൽ അൻസലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് മാങ്ങാട് നിന്നും അറസ്റ്റ് ചെയ്തത്. കേസിലെ 1-ാം പ്രതിയായ ലിജിന് ലഹരിമരുന്ന് എത്തിച്ചു നൽകിയത് അൻസലാണെന്ന് പോലീസ് കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാർച്ച് 1 പുലർച്ചെ ഏഴാങ്കല്ല് വെസ്റ്റ് പനയ്ക്കപ്പറമ്പിൽ ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരിശേഖരം പിടികൂടിയത്. പാചകവാതക വില വർധനയ്ക്കെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. പടിഞ്ഞാറെ നടയിൽ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KHRA സംസ്ഥാന കമ്മിറ്റി അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. NK രാമകൃഷ്ണൻ, KP സുന്ദരൻ, OK നാരായണൻ നായർ, RA ഷാഫി, MM സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 4-ാം ഉത്സവ ദിവസം രാവിലെ നടന്ന ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. ബാസ്റ്റ്യൻ വിനയസുന്ദർ സംഗമേശ്വരന്റെ തിടമ്പേറ്റി പല്ലാട്ട് ബ്രഹ്മദത്തനും കുട്ടൻ അർജുനനും കൂട്ടാനകളായി. പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിലുള്ള 100ഓളം കലാകാരന്മാരുടെ പാഞ്ചാരി മേളം 4-ാം ഉത്സവത്തിന് മാറ്റേകി. വെങ്കിടെങ്കിലും വിളഞ്ഞ ഈന്തപ്പന. വീട്ടുമുറ്റത്ത് വളർത്തിയ ഈന്തപ്പനകളാണ് വിളവെടുപ്പിന് പാകമായത്. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ തൊയക്കാവ് മാനാത്തുപറമ്പിൽ അഫ്നാസ് ഭവനത്തിലെ ബഷീറിന്റെ വീട്ടുമുറ്റത്താണ് ഈന്തപ്പനകൾ വളർന്നു നിൽക്കുന്നത്. 3 വർഷം മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബർഹി ഇനത്തിൽപ്പെട്ട 2 ഈന്തപ്പനകളാണ് ബഷീർ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ചത്. ആദ്യം നല്ല മഞ്ഞ നിറത്തിൽ കാണാറുള്ള ഫലങ്ങൾ പഴുത്തുവരുന്നതനുസരിച്ച് തവിട്ടുനിറത്തിലേക്ക് മാറും. പ്രവാസലോകത്ത് 2 പതിറ്റാണ്ട് ചിലവഴിച്ച ബഷീറിന് ഈന്തപ്പനകൾ മധുരിക്കുന്ന ഓർമ്മകൾ കൂടിയാണ്. കൃത്യമായ പരിചരണമുണ്ടെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയിലും ഈന്തപ്പനകൾ മികച്ച വിളവ് നൽകുമെന്ന് ബഷീർ പറയുന്നു. ഈ കനത്ത ചൂട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു സന്തോഷം വരുന്നുണ്ട്. മാത്രമല്ല എൻ്റെ വീടിൻ്റെ തൊട്ടുമുന്നിൽ റോഡാണ്. അപ്പോൾ ആളുകൾ വരുന്നു, സെൽഫി എടുക്കട്ടേന്ന് ചോദിക്കുന്നു, സെൽഫി എടുക്കുന്നു. കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം. 1.5 മാസം മുന്നേ ഒരു മെയിലും ഫീമെയിലാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ നിൽക്കുന്നത്. മരുഭൂമിയിലെ കൊടും ചൂടിൽ അധികമായി കണ്ടുവരുന്ന ബർഹി ഈന്തപ്പനകൾ കേരളത്തിലെ ചൂട് വർദ്ധിച്ചതിന്റെ നേർക്കാഴ്ചയും കൂടിയാണ്. പൂത്ത് കുലച്ചു നിൽക്കുന്ന ഈന്തപ്പനകൾ നാട്ടുകാർക്കും യാത്രക്കാർക്കും കൗതുകമായി മാറിയിരിക്കുകയാണ്. TCV ന്യൂസ്, പാവറട്ടി. ബീഹാർ സ്വദേശിയായ ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി നിർഭയ് യാദവിന് ദേശീയ സ്കോളർഷിപ്പ്. ഐരാണിക്കുളത്ത് താമസിക്കുന്ന അരവിന്ദ് യാദവിന്റെയും രജിത ദേവിയുടെയും മകനാണ്. 4ാം ക്ലാസ് മുതൽ പഠനത്തിന് വിവിധ സ്കോളർഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. കൂലിപ്പണിക്കാരായ അച്ഛനും അമ്മയ്ക്കും സഹോദരനുമൊപ്പം ഐരാണിക്കുളത്ത് സ്ഥിരതാമസമാണിപ്പോൾ. സ്കോളർഷിപ്പ് നേടിയ നിർഭയ് യാദവിനെ വീട്ടിലെത്തി കുഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA ജോജോ, വാർഡ് മെമ്പർ ബിജി വിൽസൺ എന്നിവർ അനുമോദിച്ചു. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ പന്തൽ കാൽനാട്ട് നടന്നു. കൊച്ചു പറക്കോട്ടുകാവിൽ നടന്ന പന്തൽ കാൽനാട്ടലിന് മുന്നോടിയായുള്ള പൂജാ ചടങ്ങിന് ക്ഷേത്രം മേൽശാന്തി മരുതേരി ശശി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 10-നാണ് പറക്കോട്ടുകാവ് താലപ്പൊലി. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അനധികൃത മദ്യവിൽപ്പന നടത്തിയ ആൾ അറസ്റ്റിൽ. ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശി കൊട്ടിലവളപ്പിൽ സുജീഷിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 4.5 ലിറ്റർ മദ്യവും 5300 രൂപയും മദ്യവിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ചെങ്ങാലൂർ മാട്ടുമലയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് വരുന്ന പറമ്പിലാണ് തീ പടർന്നത്. മലമുകളിലെ ഉണങ്ങിയ പുല്ലിലേക്ക് തീ അതിവേഗം പടരുകയായിരുന്നു. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ പുതുക്കാട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. എന്നാൽ തീപിടുത്തമുണ്ടായ സ്ഥലത്തെത്താൻ കൃത്യമായ വഴികളില്ലാത്തത് സേനാംഗങ്ങളെ കുഴപ്പിച്ചു. പിന്നീട് മണിക്കൂറുകളോളം പ്രയത്നിച്ചാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തൃശൂർ അരിമ്പൂരിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം പാലക്കാട് നെല്ലിയാമ്പതിയിലേക്ക് വിനോദയാത്ര പോയി ഗുരുതരമായി പരിക്കേറ്റ് 3 മാസത്തിലധികമായി അബോധാവസ്ഥയിൽ കഴിഞ്ഞ ബസ് കണ്ടക്ടർ ജെയിംസ് മരണത്തിന് കീഴടങ്ങി. സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തിയതായി പാടഗിരി പോലീസ്. ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ജെയിംസിന്റെ മൃതദേഹം എറവ് കപ്പൽ പള്ളിയിൽ സംസ്കരിച്ചു. ജനുവരി 25-നാണ് സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയ ജെയിംസ് അപകടത്തിൽപ്പെടുന്നത്. ഒപ്പം ഉണ്ടായിരുന്നവരുടെ മൊഴിയാണ് അപകടം കൊലപാതക ശ്രമമാണെന്ന് പോലീസ് കണ്ടെത്തിയത്. സുഹൃത്തിന് ലോട്ടറി കിട്ടിയ സന്തോഷം പങ്കുവയ്ക്കുന്നതിനാണ് 9-അംഗ സംഘം നെല്ലിയാമ്പതിയിലേക്ക് ജീപ്പിൽ പുറപ്പെട്ടത്. കാരപ്പാറ തൂക്കുപാലത്തിന് സമീപം പുഴയിലിറങ്ങി കുളിക്കുകയും മദ്യപിക്കുകയും ചെയ്തതായി പറയുന്നു. ഇതിനിടെ സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കായി. ജീപ്പ് ഡ്രൈവർ ഇരുവരുമായി 100 അടിയിലേക്ക് വരുന്നതിനിടെ ജീപ്പിൽ വെച്ച് വീണ്ടും വഴക്കുണ്ടാവുകയും ഡ്രൈവർ ജീപ്പ് നിർത്തിയതോടെ ഒരാൾ ജെയിംസിനെ തള്ളിയിട്ട് അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ജെയിംസ് മാസങ്ങളായി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിൽ കേസെടുത്ത പാടഗിരി പോലീസ് കാഞ്ഞാണിയിലെത്തി അന്വേഷണം നടത്തി ഒരാളെ അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോക തൊഴിലാളി ദിനാചരണത്തോടനുബന്ധിച്ച് മാനവശ്രീ പുരസ്കാര ജേതാവ് ഗിരീഷ് ഏറാട്ടിനെ വസതിയിലെത്തി അനുമോദിച്ചു. മാധ്യമപ്രവർത്തകനായ സായു തൃപ്രയാറിനെയും ചടങ്ങിൽ അനുമോദിച്ചു. മണപ്പുറം സമീക്ഷ ചെയർമാൻ MB സജീവൻ ലോക തൊഴിലാളി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, കവി ദിനേശ് രാജ, പോൾ പുലിക്കോട്ടിൽ, ഹരിദാസൻ ചെമ്മാപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോമോൻ ഇമ്മട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ തോമസ് പൂപ്പാടി, ഫാദർ പ്രിൻസ് പിണ്ടിയാൻ എന്നിവർ സഹകാർമ്മികരായി. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് വികാരി ജോയ് ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ആളൂർ വർഗീസ്, ബാബു മുരിങ്ങാത്തേരി, ലാസർ സണ്ണി, മുരിങ്ങാത്തേരി ലാസർ, ലിയോൺ, ജനറൽ കൺവീനർ മുരിങ്ങാത്തേരി ഫ്രാൻസിസ് ഡേവിഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്റർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VK പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോൺസൺ ചെറുവത്തൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഭാഗ്യനാഥൻ കണ്ണോളി, യൂത്ത് വിംഗ് നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ താജുദ്ദീൻ കാവുങ്ങൽ, വനിതാ വിംഗ് നാട്ടിക നിയോജക മണ്ഡലം ചെയർപേഴ്സൺ ഷീല പ്രേംരാജ്, യൂത്ത് വിംഗ് സെക്രട്ടറി നാസർ, നാട്ടിക നിയോജക മണ്ഡലം വനിതാ വിംഗ് വൈസ് ചെയർപേഴ്സൺ രൂപ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പെൻചാക് സിലാറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 9ാമത് ജില്ലാ പെൻചാക് സിലാറ്റ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് 100ഓളം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയികളായവർക്ക് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിന് എതിർവശത്തെ ചായക്കടയ്ക്കും പായസക്കടയ്ക്കും സമീപം ശുചിമുറി മാലിന്യം തള്ളി. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ്, പ്രസിഡന്റ് PK ചന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സന്തോഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ജനപ്രതിനിധികളുടെ പരാതിയെ തുടർന്ന് അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം ശുചിമുറി മാലിന്യം തള്ളുന്ന സാമൂഹിക ദ്രോഹികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് ആവശ്യപ്പെട്ടു. ചാലക്കുടി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് ശുചീകരണം. കുട്ടാടം പാടത്തെ തോട്ടിൽ നടന്ന ശുചീകരണ പ്രവൃത്തി നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബുവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വിലയിരുത്തി. ഇന്നത്തെ സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,16,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ ശക്തമായ മഴയും ഇടിമിന്നലും. ചാവക്കാട് മേഖലയിൽ ഇടിമിന്നലിൽ വീടിന്റെ ചുമർ തകർന്ന് മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. ഒരുമനയൂരിൽ ഹോട്ടൽ കത്തിനശിച്ചു. ഇരിങ്ങാലക്കുടയിലും പുതുക്കാടും പരക്കനാശം. ചേലക്കരയിൽ ഇടിമിന്നലിൽ തെങ്ങിന് തീപിടിച്ചു. ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിപ്പ്. വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ ആത്മവിശ്വാസത്തിൽ. മാള വടമയിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. കുന്നംകുളത്ത് KSRTC ബസുകൾ കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്ക്. മുക്കാട്ടുകരയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. പന്നിത്തടത്ത് വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. കുണ്ടന്നൂർ തെക്കേക്കരപ്പാടത്ത് ജനവാസ മേഖലയ്ക്ക് മധ്യത്തിലെ ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിലെ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നത്. അതിരപ്പിള്ളി അരൂർമുഴിയിൽ അമ്മയെയും മകളെയും കാട്ടാന ഓടിച്ചു. കാട്ടാന ഓടിച്ചത് തിരുനാൾ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതായി ആരോപണം. മേഖലയിൽ പരിശോധന നടത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.